ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ദാണ്ടെ ഇന്ന് നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മീൻകറി അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം, വായോ. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 5-6 കുഞ്ഞുള്ളി എടുത്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞത് ക്ലീൻ ആക്കി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കണം. അപ്പൊ ഞാൻ കൈവച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ആ വറ്റൽമുളകിന്റെയും കളറൊക്കെ ഒന്ന് മാറി, മല്ലിയുടെ ഒക്കെ കളറൊന്ന് മാറി ആ മൂത്ത് വരുന്നൊരു മണം ഉണ്ടല്ലോ, അതങ്ങോട്ട് വന്ന് തുടങ്ങുന്ന ആ സമയം വരെ ഒന്നങ്ങ് വറുത്തെടുക്കണേ. അപ്പൊ ചട്ടി ആയതിന്റെ പേരിൽ തന്നെ നല്ല ചൂടായി കിടക്കുമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റെഡി ആയി കിട്ടുവേ. അപ്പൊ ദാണ്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഈ തേങ്ങയൊന്നും കളറൊന്നും മാറുന്നവരെ ഒന്നും വറുത്തെടുക്കണ്ട കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ജസ്റ്റ് ഈ തേങ്ങയുടെ ആ ഒരു വെള്ള അംശം ഉണ്ടല്ലോ, വെള്ളത്തിന്റെ അംശം അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ വറുത്തെടുത്താൽ മതി. അതുകൊണ്ട് ഇപ്പം കണ്ടോ, ചെറുതായിട്ട് കളർ ഒന്ന് മാറിയിട്ടുണ്ട്, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒന്ന് തേങ്ങയൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അവിടെ നിന്നൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പൊ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിനുള്ള നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം വെള്ളമാണ് കേട്ടോ. ഇത് നരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതേ ചട്ടി തന്നെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പം കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിന്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പൊ ദാണ്ടെ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നമ്മൾ നേരത്തെ വറ്റൽമുളക് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആവശ്യത്തിനുള്ള എരിവൊക്കെ അതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെയും നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പൊ ദാണ്ടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ അരപ്പ് കളയണ്ട കേട്ടോ, അത് അതേപോലെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഗ്രേവിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ദാണ്ടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പം പച്ചമുളക് ഞാനിവിടെ ഉണ്ടമുളക് എന്ന് പറയും നമ്മുടെ നാട്ടില്. അതാണ്, നല്ലൊരു മണം കിട്ടും കേട്ടോ കറിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ് കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചമുളക്. പിന്നെ ഒരു കുടംപുളി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് അത് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേ ഞാനൊരു സംഭവം ചേർക്കാൻ വിട്ടുപോയായിരുന്നു. കുറച്ച് ഉലുവാപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഒരു നുള്ള ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പൊടിയായിട്ട് കയ്യിലില്ലെങ്കിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയില്ലേ, ആ സമയം കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി, അത് മൂപ്പിച്ചെടുത്താൽ മതിയായിരുന്നേ. അപ്പൊ നമുക്കിനി ഇതിലേക്ക് മീൻ ചേർക്കാം. ഞാനിവിടെ ചൂരമീനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഏത് മീനിലും നമുക്ക് ഈ കറി ഉണ്ടാക്കി എടുക്കാം. കുറച്ചും കൂടെ ഇതുപോലെ തുണ്ടൻ മീനുകളുണ്ടല്ലോ, ചൂര, നെയ്മീന്, പിന്നെ വങ്കട, അങ്ങനത്തെ മീനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ഇപ്പൊ ദാണ്ട് നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഗ്രേവി ഒക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് തുറന്ന് ഉപ്പൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ദാണ്ട് നല്ല അടിപൊളി ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ഒരിക്കലെങ്കിലും മീൻകറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചൂരയിലും വങ്കടയിലൊക്കെ ട്രൈ ആക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയത്ത് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് എടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മീൻ കറി വെക്കുമ്പോൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. എന്നിട്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.